എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ചൈനാഗ്രാസോ ജലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ റവ എടുത്തിട്ടുണ്ട്. റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റവ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ചെറിയ ചെറിയ തരികളൊക്കെ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റവ ഇതുപോലെ പൊടിച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് പഞ്ചസാര ഇതുപോലെ ഒന്ന് വെതർ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് കാരമൽ ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ വെതറി ഇട്ട് കൊടുക്കുക. പഞ്ചസാര നമ്മൾ ഇതുപോലെ വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ പഞ്ചസാര വെതറി ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് കണ്ടില്ല, ഇതൊന്ന് ഉരുകി വരാൻ തുടങ്ങി. ഈ ഒരു പഞ്ചസാര എല്ലാം കൂടെ അത്യാവശ്യം ഒന്ന് ഉരുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് പൂർണ്ണമായിട്ട് ഒരു പഞ്ചസാര ഇതുപോലെ ഒന്ന് അലിഞ്ഞു വരണം കേട്ടോ. അത്യാവശ്യം ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബട്ടർ ഇതുപോലെ പൂർണ്ണമായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 500 ml ഒരു 1/2 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ പാൽ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരും. അത് കുഴപ്പമില്ല. ഒരു 2 തിള വരുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഉരുകി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് നമുക്ക് ഉരുകി കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു കാരമലൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഒരു പാലും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള 1/2 ലിറ്റർ പാലും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ ഇതുപോലെ 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു റവയില്ലേ, ആ ഒരു റവ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടണം കേട്ടോ. കട്ടകളില്ലാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ വിസ്ക് വെച്ചിട്ട് ഇളക്കുവാണെങ്കിൽ ഒട്ടും തന്നെ ഇതിൽ കട്ടകൾ വരത്തില്ല. അപ്പോൾ നന്നായിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പരിവായി നമുക്കൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണും കൂടി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകൾ വരാത്ത രീതിയിൽ തന്നെ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിവിടെ കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്കൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കൊട്ടിയിട്ട് ആ ഒരു മുകൾഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു ബാറ്റർ ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു സിലിക്കൻ്റെ ഈ ഒരു മോഡലിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ ഒരു 4 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ എനിക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. കഴിക്കാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതിൽ നിന്ന് വെതറിയിട്ട് കൊടുക്കാം. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കാണാനൊരു ഭംഗിക്കായിട്ട് ഒരു സ്ട്രോബെറി എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടെടുക്കാനാണ്. ഇനി നമുക്കിത് നല്ലൊരു തണുപ്പോട് കൂടിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചൈനഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും തന്നെ ഇല്ലാത്ത റവ വെച്ചിട്ടുള്ള ഒരു കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കാരമൽ റവ പുഡിംഗ് ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്കിത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒരു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.